ഹലോ, നമസ്കാരം. ഞാൻ മധുസൂദനൻ കുഞ്ഞുപിള്ളയാണ്. എല്ലാ ആഴ്ചയും ഞാൻ കഥ ഇടുന്നുണ്ട്. അത് നിങ്ങൾക്ക് സമയമുള്ളപ്പോഴത്തേക്ക്, എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാവാം, അല്ലെങ്കിൽ ഉറക്കം വരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുന്ന രാവുകളിലാവാം. എപ്പോഴെങ്കിലും കഥ കേൾക്കാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. പിന്നെ ലൈക്കും ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ ആഴ്ചയുമുള്ള കഥകൾ നിങ്ങളുടെ മുന്നിൽ പെട്ടെന്നെത്തും. അപ്പം നിങ്ങൾക്ക് എൻ്റെ കഥകളൊക്കെ ഇഷ്ടപ്പെടുന്നു എന്നുള്ള വിചാരത്തോട് തന്നെ ഞാൻ കഥകൾ വായിക്കുകയാണ്. ഇപ്പം ആൾക്കാരൊക്കെ പൊതുവെ പുസ്തകങ്ങൾ വായിക്കാനൊന്നും സമയമില്ല, അതിന് മെനക്കെടാനും പറ്റില്ല. അപ്പോൾ ഏറ്റവും നല്ല ഒരു മാധ്യമമാണ് ഈ യൂട്യൂബ് ചാനൽ എന്ന നിലയിലാണ് ഞാൻ കഥകൾ അവതരിപ്പിക്കുന്നത്. എൻ്റെ കഥകൾ കേട്ട് നിങ്ങൾക്ക് സമയം പോകുന്നു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കും കഥകൾ എഴുതാം. കഥകൾ പറയണമെന്നുണ്ടെങ്കിൽ പറയാൻ വേണ്ടി ഒരു പ്രചോദനമായിട്ടാണ് കുഞ്ഞമ്പിള്ള, മധുസൂദനൻ കുഞ്ഞമ്പിള്ള ഈ പരിപാടിക്ക് ഇറങ്ങിയത്. അപ്പം നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ടും ആശീർവാദവും മേലിലും കാണണം എന്ന് പ്രാർത്ഥനയോടെ നമുക്കിന്ന് കഥ തുടങ്ങാം. ഇന്നത്തെ കഥയുടെ പേരാണ് മംഗല്യഭാഗ്യം. പത്മയെ വീട്ടിൻ്റെ മുറ്റത്ത് കണ്ടപ്പോൾ ലക്ഷ്മിക്ക് അതിശയമാണ് തോന്നിയത്. അവൾ പേടിച്ച് ഇരുമ്പ് ഗേറ്റ് തള്ളി തുറന്നു വരുമ്പോൾ ഒരു ശങ്ക അവൾക്കുണ്ടെന്ന് തോന്നി. 9ാം ക്ലാസ് വരെ അവൾ തൻ്റെ ബെഞ്ചിലുണ്ടായിരുന്ന ഒരു നല്ല കൂട്ടുകാരിയായിരുന്നു. പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ ക്ലാസ്സിൽ വരവ് നിർത്തി. പഠിക്കാനും അത്ര മിടുക്കിയല്ലായിരുന്നു. എങ്കിലും അയൽവക്കത്തെ ഒരു കൂട്ടുകാരി നഷ്ടപ്പെട്ടതിൽ വളരെ സങ്കടം തോന്നി. പിന്നെ പലപ്പോഴും പത്മയെ കാണുമ്പോൾ തന്നിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ ശ്രമിക്കാറ്. എപ്പോഴും ഒരു പുഞ്ചിരി മാത്രം ചുണ്ടിൽ കണ്ടു. ഒന്നും ചോദിക്കാൻ പോയില്ല. അത് അവളുടെ കാര്യം. വർഷങ്ങൾ കഴിഞ്ഞ് താൻ ഡിഗ്രി കഴിഞ്ഞ് PSC ടെസ്റ്റുകൾ എഴുതി നടക്കുന്നു. ഇതാ പത്മ തൻ്റെ മുന്നിൽ വീണ്ടും വരുന്നു. എന്താണാവോ തന്നെ കൊണ്ടുള്ള അത്യാവശ്യം? വീടിൻ്റെ പുറകുവശത്തേക്ക് പത്മ നടന്നു. സ്വകാര്യമായി തന്നോട് എന്തോ പറയാനുണ്ട്. പുറകുവശത്ത് ആട്ടുകൾ പുരയായപ്പോൾ അവൾ നിന്നു. എന്താ എന്നുള്ള അവളുടെ ആംഗ്യം കൊണ്ട് പത്മ അവളുടെ ആഗമന ഉദ്ദേശം വെളിപ്പെടുത്തി. നോക്കണേ, ഓരോരുത്തരുടെ ഭാഗ്യത്തിൻ്റെ വരവ്. പത്മയുടെ സഹോദരൻ ഗൾഫിൽ നല്ല ജോലിയിലാണ്, ഒരു അമേരിക്കൻ കമ്പനിയിൽ. അവിടുത്തെ കൂട്ടുകാർ ഫാമിലി ഫോട്ടോ കാണാനിടയായി. അതിൽ കൂടി പത്മയെയും കണ്ട മാത്രയിൽ അവളെ ഇഷ്ടപ്പെട്ടു. വിവാഹം കഴിക്കണം പോലും. അതിന് അവൻ എന്തും ചെയ്യാൻ ഒരുക്കാം. സാമ്പത്തികമായി നല്ല നിലയിലാണ് പയ്യൻ. പെണ്ണിന് 9ാം ക്ലാസ് വരെയുള്ളൂ പഠിത്തം എന്നറിഞ്ഞതിൽ പിന്നെ മലയാളം തെറ്റില്ലാതെ എഴുതാനും അല്പം സ്വല്പം ഇംഗ്ലീഷ് വാക്കുകളും പെൺകുട്ടി വശത്താക്കണം, പഠിക്കണം. പത്മ ദയനീയമായി അവളെ നോക്കി പറഞ്ഞു. ലക്ഷ്മി, ഒക്കില്ലെന്ന് പറയരുത്. നീയാണ് എൻ്റെ പ്രതീക്ഷ, എൻ്റെ ജീവിതമാണ്. 6 മാസം കഴിഞ്ഞ് അയാൾ എന്നെ നേരിട്ട് കാണാൻ വരും. അപ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ വശത്താക്കണം. എന്നെ അയാൾക്ക് ഇഷ്ടപ്പെടണം. ഒന്നും പറയാനില്ലായിരുന്നു. പത്മയ്ക്ക് അങ്ങനെ ഒരു ജീവിതം വരുന്നതിൽ സന്തോഷമേ ഉള്ളൂ. സാമ്പത്തികമായി അത്ര നിലയിൽ അല്ലാത്ത പത്മയുടെ കുടുംബത്തിൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോ മംഗല്യഭാഗ്യം കൊണ്ടുവരുന്നു. അടുത്ത ദിവസം തൊട്ട് തുടർച്ചയായി പത്മ നോട്ട് ബുക്കുമായി ക്ലാസ്സിൽ വന്നു. തെറ്റില്ലാതെ മലയാളം എഴുതാനും അത്യാവശ്യമുള്ള ഇംഗ്ലീഷ് വാക്കുകളും പഠിത്തം പുരോഗമിച്ചു. സത്യം പറയാമല്ലോ, ഈ ശ്രദ്ധ 9ാം ക്ലാസ്സിൽ കാണിച്ചിരുന്നെങ്കിൽ പത്മ ഏത് നിലയിലാവുമെന്ന് അറിയാതെ ഓർത്തുപോയി. മാസങ്ങൾ കഴിഞ്ഞു. പത്മ ശരിക്കും മാറി. ഇതിനിടെ ആരെങ്കിലുമൊക്കെ നാട്ടിലേക്ക് വരുമ്പോൾ കത്തുകളും സമ്മാനങ്ങളും പത്മയ്ക്ക് കൊടുത്തുവിടും. എല്ലാം ലക്ഷ്മിയെ കാണിച്ചിരുന്നു. മനോഹരമായ ലേഡീസ് വാച്ച്, വാനിറ്റി ബാഗുകൾ. മനസ്സിൽ സന്തോഷം വിരിയുമ്പോൾ ആളാകെ മാറിപ്പോകും. പത്മയെ അത് കാണാനുണ്ടായിരുന്നു. മാസങ്ങൾ പോയതറിഞ്ഞില്ല. ഗൾഫുകാരൻ വരാനുള്ള സമയം അടുത്തു വരുന്നു. പത്മയുടെ മനസ്സിൽ ജിജ്ഞാസ കൊണ്ട് നിറഞ്ഞു. എന്താവും, എങ്ങനെ ആവുമെന്ന ആകാംക്ഷ. ആ ആകാംക്ഷ ട്യൂഷൻ ടീച്ചറായ ലക്ഷ്മിക്കും പകർന്നു നൽകി. ഒരു ദിവസം പത്മ വന്ന് ചിരിയോട് ഒരു കാര്യം പറഞ്ഞു.
പത്മയെ കണ്ട് ഒരച്ഛൻ മകന് വേണ്ടി പത്മയെ ചോദിച്ചു. കൂട്ടത്തിൽ അവളുടെ ജാതകക്കുറിപ്പും. ഒരു പെൺകുട്ടിയെ വന്ന് ചോദിക്കുമ്പോൾ എങ്ങനെ താല്പര്യമില്ലെന്ന് പറയും? അയാളുടെ മകൻ സർക്കാർ ഉദ്യോഗസ്ഥൻ, വാട്ടർ അതോറിറ്റിയിൽ ക്ലാർക്ക്. 2 ദിവസം കഴിഞ്ഞ് ചിരിച്ച വലിയ മുഖവുമായി അദ്ദേഹം പറഞ്ഞു. പത്മയുടെ അച്ഛനോട് പറഞ്ഞു, നല്ല പൊരുത്തം, ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ അവർക്ക് സ്ത്രീധനമായി 5 ലക്ഷം വേണം. സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇത്രയൊക്കെ കിട്ടും. പത്മയ്ക്ക് തോന്നി ഇറങ്ങി അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി പറയട്ടെ, സ്ത്രീധനം തന്ന് കല്യാണം വേണ്ട. അവളുടെ മനസ്സിൽ എന്നേ സ്ഥാനം പിടിച്ചു ഗൾഫുകാരൻ. പിന്നെ അത് ശരിയല്ലെന്ന് തോന്നി. അയാൾ മകന് വേണ്ടി ഒരു വില പറഞ്ഞു, അത്ര തന്നെ. അവരുടെ കുടുംബത്തിൻ്റെ സാമ്പത്തികം അവർക്കല്ലേ അറിയൂ. പത്മയുടെ അച്ഛൻ, ഞങ്ങൾക്ക് അല്പം ആലോചിക്കാൻ സമയം തരൂ, അറിയിക്കാം. പത്മ ഈ കഥ പറഞ്ഞ് ഒരുപാട് ചിരിച്ചു. ലക്ഷ്മിയും അവളുടെ ചിരിയുടെ കൂട്ടത്തിൽ കൂടി. അങ്ങനെ അവസാനം ആ ദിവസം വന്നെത്തി. പത്മയെ കാണാൻ ചേട്ടൻ്റെ കൂട്ടുകാരൻ ഗൾഫുകാരൻ പത്മയുടെ വീട്ടിൽ വന്നു. അന്ന് അവൾ വളരെ സന്തോഷവതിയായിരുന്നു. ആ കൂടിക്കാഴ്ചയ്ക്ക് സാക്ഷിയായി ലക്ഷ്മിയെയും വിളിച്ചിരുന്നു. സമയം അടുക്കുന്തോറും പത്മയുടെ ഹൃദയമിടിപ്പ് കൂടി. അത് അവളുടെ മുഖത്ത് കാണാമായിരുന്നു. ഒരു വെള്ള അംബാസഡർ കാർ മുന്നിൽ വന്നു നിന്നു. നല്ല സുന്ദരനായ ചെറുപ്പക്കാരന് കൂട്ടത്തിൽ ഒരാളും വന്നിറങ്ങി. പരിസരത്തിൽ എല്ലാ ഗൾഫുകാരുടെയും സ്ഥിരം ലക്ഷണമായ പെർഫ്യൂമിൻ്റെ മണം പടർന്നു. പയ്യൻ ഹാളിലെ സോഫയിലിരുന്നു. പത്മയെ പട്ടുസാരി ഉടുപ്പിച്ച് പിച്ചിപ്പൂ ചൂടിച്ച് കയ്യിൽ കോഫിയും കൊടുത്ത് വിട്ടു. ലക്ഷ്മി അവരുടെ ആദ്യ കാഴ്ചയെ നോക്കി നിന്നു. കണ്ണടയ്ക്കാതെ അവളെ തന്നെ നോക്കിയിരിക്കുന്ന ഗൾഫുകാരൻ. അവൻ ഒരു പാവയെ പോലെ ഇരിക്കുന്നു. എന്താണ് അവൻ്റെ ഉള്ളിലെന്ന് ആർക്കും അറിയില്ല. കോഫി കൊടുത്തു. പത്മ അകത്തേക്ക് വന്നു. കൊടുത്ത കോഫി അവൻ ടീപ്പോയിൽ വെച്ച് പതുക്കെ എണീച്ച് അവൻ്റെ കൂട്ടുകാരനെ വിളിച്ച് മുറ്റത്ത് നിർത്തി എന്തോ സംസാരിച്ചു. കൂട്ടുകാരൻ കാറിനകത്ത് നിന്നും ഒരു ബാഗ് എടുത്തു വന്നു. അതിൽ നിന്നും ഒരു ചെക്ക് ബുക്ക് എടുത്ത് അതിൽ എന്തൊക്കെയോ എഴുതി ചെക്കിൽ ഒപ്പിട്ടു. പത്മയുടെ അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു, എനിക്കെന്ത് പറയണമെന്നറിയില്ല, എന്നോട് ക്ഷമിക്കണം. പത്മയും ക്ഷമിക്കണം. ഞാൻ ഫോട്ടോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട പത്മയല്ല നേരിട്ട് കണ്ടപ്പോൾ. കല്യാണം ജീവിതത്തിൽ ഒരു പ്രാവശ്യമല്ലേ ഉള്ളൂ. പത്മയ്ക്കും നിങ്ങളുടെ കുടുംബത്തിനും ഉണ്ടായ ബുദ്ധിമുട്ടും എന്ത് തന്നാലും തീരില്ല. എങ്കിലും ഇതാ 10 ലക്ഷത്തിൻ്റെ ചെക്ക്, ഇത് വാങ്ങി എന്നെ പോകാൻ അനുവദിക്കണം. അയാൾ പറഞ്ഞു വന്ന കാര്യം വളരെ പ്രയാസമുള്ളതായി ലക്ഷ്മിക്ക് തോന്നി. അപ്പോൾ മാസങ്ങളായി മനസ്സിൽ അയാളെയും കൊണ്ട് നടന്ന പത്മയ്ക്ക് എന്തു തോന്നും? അവൾക്ക് ഓർക്കാൻ വയ്യ. പത്മയുടെ അച്ഛൻ അയാൾ നീട്ടിയ ചെക്ക് വാങ്ങാൻ തയ്യാറായില്ല. വാങ്ങണം പ്ലീസ്, ചെറുപ്പക്കാരൻ യാചിച്ചു. വേണ്ട, ഞങ്ങൾക്ക് നിങ്ങളുടെ പൈസ വേണ്ട, പത്മയുടെ അച്ഛൻ പറഞ്ഞു. അവരുടെ ഇടയിൽ നിശബ്ദത. ആർക്കും ഒരു അനക്കവുമില്ല. പത്മയുടെ കാലുകൾ അനങ്ങി. അവൾ ഹാളിലേക്ക് ഇറങ്ങി. മുഖത്ത് നിർവികാരതയായിരുന്നു, രക്തമില്ലായ്മ. വെളുത്ത് വിറങ്ങലിച്ചു. അവളുടെ കണ്ണുകൾ ഗൾഫുകാരൻ്റെ കണ്ണുകളിലേക്കായിരുന്നു. പത്മയുടെ തീക്ഷ്ണമായ നോട്ടം നേരിടാൻ വയ്യാതെ അയാൾ കണ്ണുകൾ താഴോട്ടാക്കി. അവൾ കടലാസിൻ കഷ്ണം 2 കൈ കൊണ്ടും വാങ്ങി. അത് അവൾ വലിച്ചു കീറി ഏത് സമയം അവൻ്റെ മുഖത്തേക്ക് എറിയാം. അത് കാണാനുള്ള ഇടം കൊടുക്കാതെ അവൻ കൂട്ടുകാരൻ്റെ കൈയും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും പത്മയുടെ പൊട്ടിച്ചിരി മുഴങ്ങിക്കെട്ടു. പാവം, അവളുടെ മാനസിക സ്ഥിതിയുടെ താളം തെറ്റിയെന്ന് തോന്നുന്നു. വേദനയോടെ ലക്ഷ്മി കണ്ടു നിന്നു. നിർത്താതെയുള്ള ചിരി. ഗൾഫുകാരൻ്റെയും കൂട്ടുകാരൻ്റെയും വേഗത കൂടി. അവർ അവരുടെ കാറിലേക്ക് ഓടിക്കയറി. കാറ് ഇരപ്പോടെ മുന്നോട്ട് എടുത്തു. ഒരു പെൺകുട്ടിയുടെ മനസ്സ് വീണ് ഉടയുന്നതിൽ അയാൾക്ക് ഒരു ഉത്തരവാദിത്തമില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. പത്മ ചിരിച്ച് നിലത്തിരുന്നു. അവളുടെ മുടിയും പിച്ചിപ്പൂക്കളും ചിതറി. ആർക്കും എന്ത് ചെയ്യണമെന്നറിയില്ല. എന്താണ് അവളെ ആശ്വസിപ്പിക്കണമെന്നും അറിയില്ല. ലക്ഷ്മി ഓടിച്ചെന്ന് പത്മയുടെ അടുത്തേക്ക്. പെട്ടെന്ന് ബ്രേക്ക് ഇട്ട പോലെ പത്മ ചിരി നിർത്തി. മുഖത്ത് ഗൗരവമായി.
ഇനി അവളുടെ അടുത്ത നീക്കം എന്താണെന്നുള്ളതെന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഉണ്ടായി. പത്മ ശാന്തസ്വരത്തിൽ അച്ഛനോട് പറഞ്ഞു, ഇതാ 10 ലക്ഷത്തിൻ്റെ ചെക്ക്. നാളെ തന്നെ വാട്ടർ അതോറിറ്റിയെ വരാൻ പറയൂ. 5 ലക്ഷം സ്ത്രീധനത്തുക. ബാക്കി 5 ലക്ഷം കൊണ്ട് സുഖമായി കല്യാണം നടത്താം. ചെക്ക് അച്ഛനെ ഏൽപ്പിച്ചു. ലക്ഷ്മിയുടെ നേർക്ക് കൈനീട്ടി, എന്നെ ഒന്ന് എണീപ്പിക്കടി. പത്മയെ പിടിച്ച് എണീപ്പിച്ചു. ഊർന്നു വീണ് കിടന്ന മുടിയെ വാരി ചുറ്റി അകത്തേക്ക് പോകുന്ന പത്മയെ ലക്ഷ്മി നോക്കി നിന്നു അഭിമാനത്തോടെ. മധുസൂദനൻ കുഞ്ഞമ്പിള്ള.